പൂവിൽ ചുറ്റി വന്നു തേനീച്ച, പൂവിൻ തേൻ കുടിച്ചു. അത് വയറ്റിലേക്കു ചേർന്നു, അവിടെ എൻ സൈമുകൾ പണിത്തുടങ്ങി. മധുരം തകർന്ന് മൃദുവായി അത് പാകമായി തുടങ്ങി. തേനീച്ച കൂട്ടിലേക്ക് പറന്നു തേൻ മറ്റൊരാളിൻ നൽകി. അവനിൽ നിന്ന് മറ്റൊരാളിലേക്ക് തേൻ യാത്ര തുടർന്നു. വെള്ളം വറ്റി മധുരം കട്ടിയായി അതോടുവിൽ തേനായി. പൂവിൻ മധുരം ചേർന്ന് തേനീച്ചയുടെ ശ്രമം ചേർന്ന് പ്രകൃതി പാകം ചെയ്ത മധുരം, അതാണ് തേനെന്ന് വിളിക്കുന്നത്.